വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ പുഴയിലേക്ക് വീണ ബസ് ഉയർത്തുകയാണ്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് ഉയർത്തുന്നത്. അവിടെ നിന്നും സരീഷ് പി കെയുണ്ട് വിശദാംശങ്ങളുമായി. സരീഷ്, എന്താണ് നിലവിലെ സാഹചര്യം അവിടെ? വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് പുഴയിലേക്ക് വീണ ബസ് ഉയർത്തുന്ന ശ്രമമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഫയർഫോഴ്സും NDRF സംഘവും ചേർന്നുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് ഉയർത്താനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുന്നത്. സരീഷ്, കേൾക്കാമോ? അന്ന് ദുരന്തം നടന്ന സമയത്ത് ഒരു CCTV ദൃശ്യം, അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. ആ പുറത്തു വന്ന ദൃശ്യത്തിൽ കൃത്യമായി അപകടം നടക്കുന്നതിന് താഴെ റോഡരികിലായി ഒരു ടൂറിസ്റ്റ് ബസ് പാർക്ക് ചെയ്തിരുന്നതും അത് പിന്നീട് ഒലിച്ചു പോകുന്നതും നമ്മൾ ആ ദൃശ്യത്തിൽ കണ്ടതാണ്. ആ ടൂറിസ്റ്റ് ബസ്സാണ് പുഴയിലേക്ക് മറിഞ്ഞത്. ആ ടൂറിസ്റ്റ് ബസ്സിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നൊരു ആശങ്ക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടേക്ക് ഇറങ്ങുകയും പുഴയിലേക്ക് ഇറങ്ങുകയും പ്രാഥമികമായ ഒരു പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ വലിയ കുത്തൊഴുക്കുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി അകത്ത് കയറി വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഇന്നലെ ആ പരിശോധന പാതി വഴിയിൽ അവസാനിപ്പിച്ചു. ഇന്ന് രാവിലെ പരിശോധനയ്ക്ക് ഇറങ്ങാം എന്ന ധാരണയിലായിരുന്നു ആ പരിശോധന അവസാനിപ്പിച്ചത്. പക്ഷേ ഇന്ന് രാവിലെയും ശക്തമായ മഴയുണ്ടായിരുന്നു, വലിയ കുത്തൊഴുപ്പ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിശോധനയിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല. വൈകിട്ട് മാത്രമാണ് ഈ മഴ അല്പം ശമിക്കുകയും ഈ പുഴയിലെ ജലനിരപ്പ് താഴുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ ആ വാഹനം തന്നെ ഉയർത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതെങ്കിലും രീതിയിൽ ആളുകൾ അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഫയർഫോഴ്സിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ആ ബസ് ഉയർത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത്. വടം ഉപയോഗിച്ച് അല്ലെങ്കിൽ റിബൺ ഉപയോഗിച്ച് അത് മുഴുവൻ ടൈറ്റ് ചെയ്തതിനു ശേഷം മുകളിൽ റോപ്പ് കണക്ട് ചെയ്ത് ക്രെയിനിന്റെ സഹായത്തോടെ മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഒരു തവണ ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ സാധാരണഗതിയിലുള്ള ഭാരത്തേക്കാൾ ഇത്തവണ ആ വാഹനത്തിന് ഭാരം ഉണ്ടാവും. കാരണം വാഹനത്തിനുള്ളിൽ വലിയ രീതിയിൽ മണ്ണും ചെളിയും നിറഞ്ഞ ഒരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളത്തിന്റെ അളവും ഈ വാഹനത്തിനകത്ത് വെള്ളം കൂടി കെട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻഭാഗം ഉയർത്തി മുന്നിലേക്ക് കൊണ്ടുവരിക എന്നൊരു രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. അതോടൊപ്പം തന്നെ വെളിച്ചക്കുറവ് വലിയൊരു തിരിച്ചടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൈറ്റുകൾ ഉൾപ്പെടെ, ലൈറ്റ് സംവിധാനം ഉൾപ്പെടെ ഇങ്ങോട്ട് കൂടുതലായി കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ക്രെയിൻ ഉപയോഗിച്ച്. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ പുഴയിലേക്ക് വീണ ബസ് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സരീഷ് പി കെയാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.